അവരുടെ 7 മുതൽ ഇവിടെ എഴുതുകയാണ്. ആര്യ സ്കൂളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന സംഗീതത്തിന്റെയും താളമേളകളുടെയും നൃത്യങ്ങളുടെയും കൂടിച്ചേരൽ ആസ്വദിക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ചിന്തകളും വിചാരങ്ങളും പ്രാർത്ഥനയോടെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവയ്ക്കെയും അനുഗ്രഹിച്ചു തരുന്ന ദൈവമേ സുരക്ഷിതപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായ ഒരു നിമിഷം ഈ സമയത്തിൽ ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സ്കൂളിൻ്റെ 2024 കലോത്സവം പ്രാർത്ഥനയോടെ പ്രകാശം പരത്തിക്കൊണ്ട് ഇന്ന് ആരംഭിക്കുമ്പോൾ ഇന്നും നാളെയുമായി നടക്കുന്ന എല്ലാ കലാകായിക മത്സരങ്ങളിലും അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലും അങ്ങയുടെ കൃപയും സാന്നിധ്യം ധാരാളമായിട്ട് തന്ന് അനുഗ്രഹിക്കണമേ. സ്കൂൾ പ്രിൻസിപ്പൽ അരുൺ സാറ്, ബഹുമാന്യനായ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ രമേശൻ സാറ്, PTA വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മൾ വിപിൻ രാജ്, നമ്മുടെ സ്കൂളിൻ്റെ ലോക്കൽ മാനേജർ റവറൻഡ് രാജു സാറ്, അതോടൊപ്പം മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെ, PTA മെമ്പേഴ്സ്, നമ്മുടെ ഇതിൻ്റെ കൺവീനറായിട്ടുള്ള പ്രശാന്ത് സാറ്, സജിരാജ് സാറ്, സീനിയർ അസിസ്റ്റന്റുമാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ 24-25 തീയതികളിലായിട്ടാണ് നമ്മൾ മേള നടത്താമെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ സബ് ജില്ലാ മേളയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 23-ാം തീയതി തന്നെ ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ ഇന്നും നാളെയുമായിട്ടാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് 4 ഹൗസ് തിരിച്ചുള്ള ഒരു നല്ല മാനസികമായിട്ടുള്ള നല്ല ശക്തമായ ഒരു മത്സരമായിരിക്കും ഇത്. എങ്കിൽ നിങ്ങളുടെ മികവുകൾ തെളിയിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ് ഇതിനെ കാണേണ്ടത്. അവരവരുടെ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഏറ്റവും നല്ല മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാ ഗ്രൂപ്പിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അരുൺ സാറാണ്. സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ബഹുമാനായ നമ്മുടെ PTA പ്രസിഡന്റാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം എല്ലാത്തിനും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെയും ഏറെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്കൂളിലെ ലോക്കൽ മാനേജർ ശ്രീ രാജ് സാറാണ്. അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ചയിലും നമ്മുടെ സ്കൂളിൽ പ്രാർത്ഥനയ്ക്ക് വരികയും നമ്മോടൊപ്പം എല്ലാ കാര്യത്തിലും നിൽക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായ അദ്ദേഹത്തിനെയും ഏറെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ PTA മെമ്പറും കൂടിയായ വിപിൻ രാജിനെയും ഏറെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യനും കൂടിയാണ് വിപിൻ രാജിനെയും ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ മുഴുവൻ കുട്ടികളെയും രക്ഷിതാക്കളെയും PTA അംഗങ്ങളെയും എല്ലാ അധ്യാപകരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലോക്കൽ മാനേജർ രാജു വർഗു, ആദരണീയായ അച്ഛൻ ബിന്ദു ടീച്ചർ, നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ PV രമേശ് PTA പ്രസിഡന്റ്, ശ്രീ ബിപിൻ രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ശ്രീ ജോബിൻ വർഗീസ് PTA വൈസ് പ്രസിഡന്റ്, ശ്രീമതി മഞ്ജു വിനു മദർ PTA, ശ്രീ സജിരാജ് SM സ്റ്റാഫ് സെക്രട്ടറി, ശ്രീ നസീർ സീനിയർ അസിസ്റ്റന്റ്, ശ്രീമതി ജിഷ P വിജയൻ സീനിയർ അസിസ്റ്റന്റ്, ശ്രീ പ്രശാന്ത് യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർ, ശ്രീമതി കവിത യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഒരു വലിയൊരു സുദിനമാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന പല കുട്ടികളും നാസ് പരീക്ഷയൊക്കെ എഴുതി ഇങ്ങനെ ക്ഷീണിത കാത്തിരിക്കുകയാണ്. ദ്വിതി എന്ന പേര് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ശോഭ പടർത്തുന്ന ഒന്ന് എന്നുള്ളതാണ്. നിങ്ങൾ അടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഹിഡൻ ടാലന്റ്. എന്നിരുന്നാലും ഒരുപാട് പരീക്ഷണങ്ങളുള്ള യുവജനോത്സവമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ലുതറൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഹൗസ് ചെയ്താണ് ഈ ഒരു മത്സരം നമ്മൾ നടത്തുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പെർഫോമൻസാണ് ഏറ്റവും മികച്ചത്. അവിടെ ചില വിദ്യാർത്ഥികൾക്ക് പ്രൈസ് കിട്ടാം, ചിലവർക്ക് പ്രൈസ് കിട്ടാൻ സാധ്യതയില്ലാതെ പോകും. കാരണം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും പ്രൈസ് കിട്ടാനുള്ള സാധ്യതയില്ല. നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ശനിയാഴ്ചകളും ഞായറാഴ്ചകളും എല്ലാം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം നല്ലൊരു യൂത്ത് ഫെസ്റ്റിവലായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇഫ് ഐ ക്യാൻ യു ക്യാൻ ടുഗദർ വി ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ കലോത്സവ പരിപാടികൾ ഇന്ന് സമാരംഭിക്കുകയാണ്. നമ്മളിത് PTA എക്സിക്യൂട്ടീവ് കൂടിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിനുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുത്തിരുന്നത്. എന്നാൽ നമ്മുടെ സബ് ജില്ലാ കലോത്സവവും അതുപോലെ ജില്ലാ കലോത്സവമൊക്കെ വളരെ വേഗത്തിൽ നടത്തേണ്ടതെന്നുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ വേഗതയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തരമായി നമ്മൾ കമ്മിറ്റി കൂടിക്കൊണ്ട് ഇന്നത്തെ ദിവസവും ഇന്നും നാളെയുമായിട്ട് ഈ കലോത്സവ പരിപാടി ഇവിടെ നടത്തുവാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് ഇത് നടത്തേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ അത് നടത്തുന്നതിന് വേണ്ടി വളരെയധികം ത്യാഗ മനസ്ഥിതിയോട് പ്രവർത്തിച്ച അധ്യാപകർ, അവരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്നുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഇന്ന് നടക്കുന്ന ഈ കലാമേള നല്ല രീതിയിൽ 2 ദിവസം നടത്തി നല്ലൊരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
പ്രിയ സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഇവിടെ ദ്യുതി എന്ന പേരിട്ടിരിക്കുന്ന കലോത്സവം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. സെക്കൻഡ് കോൾ 1064 ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ക്യാൻസൽ. ചെസ് നമ്പർ 1096 ഫസ്റ്റ് കോൾ, ചെസ് നമ്പർ 1096 സെക്കൻഡ് കോൾ, ചെസ് നമ്പർ 1096 ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. യൂത്ത് ഫെസ്റ്റിവലിന് ശേഷം ഇന്ന് നമ്മളിവിടെ സമ്മാന വിതരണം നടത്തുകയാണ്. റിസൾട്ടുകളെല്ലാം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. സമ്മാനം മേടിക്കാനുള്ള ആഹ്ലാദവും വ്യക്തതയും നിങ്ങളിൽ കാണുന്നുണ്ട്. യുവജനോത്സവം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ പഠിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. എല്ലാവർക്കും പ്രൈസ് കിട്ടില്ല, സത്യമാണ്, എല്ലാവർക്കും അറിയാം. പ്രൈസിനല്ല, നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം, നിങ്ങൾക്ക് കിട്ടുന്ന വേദി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു. അതിന് ഫുൾ സപ്പോർട്ട് നൽകിയ പേരൻസിനെയും രക്ഷകർത്താക്കളെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയും നല്ല രീതിയിൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയ നമ്മുടെ കൺവീനർ പ്രശാന്ത് സാറും ബാക്കിയുള്ള എല്ലാ അധ്യാപകരും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു.
Yeah.